ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദീപ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രവിക്കാനായി പോകുന്ന വചനഭാഗം യോനായുടെ പുസ്തകത്തിൽ നിന്നാണ്. 1-ാം അധ്യായത്തിൽ നിന്ന് വളരെ മനോഹരമായൊരു കപ്പൽ യാത്ര നമ്മളവിടെ കാണുകയാണ്. ഒരുപാട് മനുഷ്യർ യാത്ര ചെയ്യുന്ന, ഒരുപാട് സാധനങ്ങളുമായി യാത്ര ചെയ്യുന്ന ആ കപ്പലിൽ കർത്താവിൻ്റെ ഒരു പ്രവാചകനും കയറിക്കൂടി. ആ പ്രവാചകന്റെ പേരാണ് യോന. നമുക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ചെയ്തത് എന്താണെന്നും ഒക്കെ നമുക്കറിയാം. എങ്കിലും ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവോടുകൂടി നമുക്കും ഈ കപ്പലിൽ ഒന്ന് യാത്ര ചെയ്ത് കർത്താവ് എന്താണ് അവിടെ പ്രവർത്തിച്ചത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതമാവുന്ന കപ്പലിൽ ഒന്ന് കയറി നമ്മളും എങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കുവാനായി ഈ വചനദീപ്തി നമ്മളെ സഹായിക്കട്ടെ. നമ്മളിവിടെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുകയാണ്. യോന പറയുന്നു 1:12 അവൻ അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, അപ്പോൾ കടൽ ശാന്തമാകും. എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യോന പറയുകയാണ്, എന്നെ എടുത്തെറിയാൻ, അപ്പോൾ കടൽ ശാന്തമാകുമെന്നാണ് യോന ഇവിടെ പറയുക. സംഭവം ഇതാണ്, ഈ മനുഷ്യനെ ദൈവം അയച്ച സ്ഥലത്തേക്കല്ല പോകുക. ദൈവം ഈ മകനോട് പറഞ്ഞത് നിനിവേയിലേക്ക് പോകാനായിട്ടാണ്. ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൈവിക സ്വരം ശ്രവിച്ച് പ്രവർത്തിക്കേണ്ട വ്യക്തി. നിനിവേയിലേക്ക് പോകേണ്ടത് വരെ യോന പോയത് ജോപ്പായിലേക്കാണ്. വേറെ സ്ഥലത്തേക്ക് കപ്പൽ കയറിപ്പോയി, നമുക്കറിയാവുന്ന സംഭവം. പക്ഷെ എന്താ സംഭവിച്ചത്? കടലിലേക്കൊരു കൊടുങ്കാറ്റ് കർത്താവ് അയച്ചു. കേൾക്കണം, വഴിമാറി യാത്ര ചെയ്തപ്പോൾ വഴി തിരുത്തുവാൻ വേണ്ടി കർത്താവ് പ്രകൃതി ശക്തികളെ ഉപയോഗിക്കുകയാണ്. ഇവിടെ കാറ്റയക്കുന്നു, കൊടുങ്കാറ്റ് വരുന്നു, കപ്പൽ ആടിയുലയുന്നു. കപ്പലിനെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ വളരെയേറെ അസ്വസ്ഥതയാണ്. നമ്മളിന്ന് ഭാവനയിൽ കപ്പയാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. ഒന്ന് ഭാവനയിൽ കണ്ടാൽ എന്തൊരു ഭീതിയാണ്. ചുറ്റും കടൽ ജലം, ഈ കപ്പൽ ആടിയുലയുന്ന ഒരു സംഭവം. എല്ലാവരും പരിഭ്രാന്തരായി. കപ്പിത്താൻ അറിയാവുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ചു നോക്കി ഒന്ന് ശാന്തമാക്കാൻ, പക്ഷേ സാധിക്കുന്നില്ല. അവസാനം എങ്ങനെയോ അവർ തന്നെ ആലോചിക്കുകയാണ്, നമ്മുടെ വല്ലവരുടെയും കുഴപ്പം കൊണ്ടാണോ ഇത്? അങ്ങനെ അവർ ആലോചിച്ച് കുറിയിട്ടപ്പോൾ ആർക്കാണിത് വീണത്? അവർ നറുക്കിട്ടു, യോനായ്ക്ക് നറുക്ക് വീണു. അപ്പോൾ അവനോട് ചോദിച്ചു, പറയൂ, ആര് നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത്? നിന്റെ തൊഴിലെന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേതാണ്? നീ ഏതു ജനതയിൽപ്പെടുന്നു? എന്തായാലും യോന അവിടെ സത്യം പറയുന്നുണ്ട്, നുണ പറയുന്നില്ല. അവൻ പറഞ്ഞു, ഞാനൊരു ഹെബ്രായനാണ്. കണ്ടോ, ഹെബ്രായനാണ്. കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ അവർ അധികം ഭയപ്പെട്ട് അവനോട് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്തത്? അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ഓടിയൊളിക്കുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞ് അവർ അറിഞ്ഞു. അവർക്ക് പേടിയായി. കർത്താവിനെ, സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അത് കേട്ടപ്പോഴേക്കും ഇവർ ദൈവത്തെ ആരാധിക്കുന്നവരൊന്നും അല്ല ഇതിലുള്ളവരെങ്കിലും അവർ പേടിച്ചു പോയി. ഇവനെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ, ദൈവനാമം കേട്ടപ്പോഴേക്കും. എന്തായാലും യോന തന്നെ അതിനോട് മറുപടി പറഞ്ഞു. യോന തന്നെ പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക എന്ന്, കടൽ ശാന്തമാകുമെന്ന്. പ്രിയ സഹോദരങ്ങൾ, ഇത് കഥയായിട്ടും സംഭവമായിട്ടൊക്കെ നമുക്ക് കാണാമെങ്കിലും നമ്മുടെ കൊച്ചു ജീവിതയാത്രയിലേക്ക് ഈ സംഭവത്തെ നമുക്കൊന്ന് വെച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാലോ? നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് നോക്കി കണ്ടാലോ? നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ വേണമെങ്കിൽ ഒരു കപ്പൽ യാത്രയോട്, ഒരു ജീവിത തോണി ഇല്ലല്ലേ നമ്മൾ ഓരോരുത്തരും ഇരിക്കുക, നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുക. നമ്മുടെ ജീവിത തോണിയെ ഒന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടില്ലേ, എൻ്റെ ജീവിതമാകുന്ന ഈ കപ്പൽ, എൻ്റെ ജീവിതമാകുന്ന ഈ തോണി താഴാൻ പോകുന്നു എന്ന്, ഒരിടത്തും എത്തുന്നില്ല എന്ന്, കരകാണാ കടലിൽ പെട്ടതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നാൻ സാധ്യതകളുണ്ട്. എന്താണ് ഈ കരകാണാ കടൽ എന്ന് നമുക്ക് തോന്നുക? ചിലർ പറയും, എന്ത് ചെയ്താലും ഒന്നും ശരിയാകുന്നില്ല. ഈ അടുത്ത ദിവസം ഒരു ഫോൺ വന്നു, വിദേശ നാട്ടിൽ നിന്നാണ്. ഇഷ്ടം പോലെ പണമുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ
ഹൃദയസമാധാനം എന്ന് പറയുന്നത് ഒന്നില്ല. ഒരു 100,000 സൈസ് ഫോണുകളും ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും മറ്റുള്ളവരെയൊക്കെ സമീപിക്കുകയും നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഒന്നിനും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അധ്വാനത്തിൽ നിന്ന് ഒരു ഫലം കിട്ടാത്തൊരവസ്ഥ, ഒന്നിനെക്കുറിച്ചും ഒരു താല്പര്യമില്ല. എന്താണ്, എല്ലാവരും ഒരു കൈവിട്ടതുപോലത്തെ ഒരവസ്ഥ. ഏത് രീതിയിലും നമുക്ക് ഓഫീസ് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് വീട് ശരിയല്ല, കൂടെയുള്ളവരെന്നെ ശ്രദ്ധിക്കുന്നില്ല, അധ്വാനിച്ചാൽ അതൊന്നും ശരിയായി വരുന്നില്ല, ബിസിനസ് പൊളിഞ്ഞു പോകുന്നു. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും എന്താണ്, എല്ലാം ഒന്ന് താറുമാറാകുന്ന ഒരവസ്ഥ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ലേ? നമുക്ക് തോന്നാൻ സാധ്യതയില്ലേ? അപ്പോഴൊക്കെ നമ്മൾ പലരെയൊക്കെ നമ്മൾ പഴിക്കും. അവര് കാരണമാണ്, ഇവര് കാരണമാണ്, അല്ലെങ്കിൽ എന്താണ്, പലരും എന്നെ സഹായിക്കാത്തത് കൊണ്ടാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ ഈ ജീവിതവുമായി യോനയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊന്ന് നോക്കിക്കേ. ഈ മനുഷ്യൻ എന്താ ഇവിടെ ചെയ്തത്? എന്തിനാ ഈ കുരുത്തക്കേടിന് പോയത്? കർത്താവ് പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതിയായിരുന്നു. അയാളൊരു ഇടുങ്ങിയൊരു ചിന്താഗതിയാണ്. ഇസ്രായേൽക്കാരുടെ ആ വലിയൊരു ഇടുങ്ങിയ ചിന്താഗതിയുടെ ഒരു ചിത്രം കൂടിയാണ് നമ്മളിവിടെ കാണുക. കർത്താവിന് ലഭിച്ച ആ സന്ദേശം നിനിവേയിൽ പോയി പറയാതെ അനുസരിക്കാതെ ഇയാൾ മാറി. അനുസരണക്കേട്. നമുക്കറിയാം, മനുഷ്യ ചരിത്രത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പാപം അനുസരണക്കേടാണ്. ആദവും ഹവ്വയും കാണിച്ചു കൂട്ടിയത് അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് പോയി യോന. ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അവിടെ പോയി പറഞ്ഞാൽ മതി, എന്തെങ്കിലും സംഭവിക്കട്ടെ. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവിടെയുള്ള എല്ലാവരും അതിൻ്റെ ഫലം അനുഭവിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്കിങ്ങനെ താങ്ങാൻ പറ്റാത്തതുപോലെ ചിലപ്പോൾ തോന്നുന്നില്ലേ? എങ്ങോട്ടാ പോകുന്നത്? എവിടെയാ ചെന്ന് അവസാനിക്കുന്നത്? കിടന്നാൽ ഉറക്കം വരില്ല, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, എല്ലാ തരത്തിലും ഭാരം നിറഞ്ഞ ഒരു ജീവിതം. ഈ മനുഷ്യന്റെ ഒരൊറ്റ അനുസരണക്കേട് ആ കപ്പലിന്റെ ഭാരം വർദ്ധിച്ചെന്നേ. ആ അനുസരണക്കേട് ആ കടലിന്, സാധാരണ എത്രയോ കപ്പലുകൾ യാത്ര ചെയ്യുന്ന കടലിൽ കൂടി ഇത്ര വലിയൊരു കോളിലൊക്കെ കപ്പിത്താൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ മനുഷ്യന്റെ ഉള്ളിലെ ആ അനുസരണക്കേടാകുന്ന പാപത്തിന്റെ ഭാരം ഈ കടലിനോ ആ കപ്പലിലുള്ളവരെയോ താങ്ങാനായിട്ട് പറ്റുന്നില്ല. ഇത് നമുക്കും സംഭവിക്കാം. അപ്പോൾ യോന തന്നെ പറയുകയാണ്, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, കടൽ ശാന്തമാകുമെന്ന്. അപ്പോൾ നോക്കിക്കേ, ഈ കപ്പിത്താനും കൂട്ടരും ഇത് ചെയ്യാൻ മടിക്കുകയാണ്. ഞങ്ങൾ ചെയ്യുന്ന അവർക്കത് ചെയ്യാൻ മടിയാ. ഇയാളെ എടുത്ത് എറിയുന്നത് ശരിയാണോ എന്നറിയില്ലല്ലോ. പക്ഷെ ഇത്ര വലിയ ദൈവം നേരിട്ട് നൽകിയ അരുളപ്പാട് അനുസരിക്കാതിരുന്ന യോനായ്ക്ക് വലിയ സങ്കടമൊന്നുമില്ല. യോന അവിടെ നല്ല സുഖമായിട്ട് കിടന്നു ഉറങ്ങുമായിരുന്നു. ഉറക്കം നടിച്ചാണോ നമുക്ക് അറിയത്തില്ല. എന്തായാലും ആള് സീനിൽ ഇല്ലായിരുന്നു, പോയി കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ ഇവർക്ക് ഇത് കേട്ടിട്ട് ഇത്രയും വലിയ ഈ എടുത്തെറിയുന്ന ഒരു പ്രവൃത്തിക്ക് പോലും ഇയാൾ ആവശ്യപ്പെട്ടിട്ട് പോലും, പ്രവാചകൻ ആവശ്യപ്പെട്ടിട്ട് പോലും എടുത്തെറിയാനായിട്ടുള്ള ധൈര്യം കപ്പിത്താന് വരുന്നില്ല. അത്രയും ആ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചുള്ളൊരു ഓർമ്മയാണ്, ആ നാമം കേട്ടതുകൊണ്ടാണ്. പക്ഷെ അവസാനം എന്തായാലും യോനായുടെ നിർബന്ധത്തിൽ എല്ലാവരും മരിക്കുന്നതിനേക്കാൾ നല്ലത്, ഈ യോന തന്നെ കപ്പൽ മുങ്ങുന്നതിനേക്കാൾ നല്ല യോനായെ തന്നെ അവർ വലിച്ചെറിയുകയാണ് ചെയ്തത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഭാരം തോന്നുന്നു എന്ന് നമ്മൾ കരുതുമ്പോൾ, എല്ലാം ഒന്ന് താറുമാറായി എന്ന് തോന്നുമ്പോൾ, നമുക്കിവിടെ നമ്മളെ വലിച്ചെറിയാൻ ദൈവം ആരെയും കൊണ്ടുവരികയില്ല. നമ്മൾ തന്നെ ഇവിടെ വലിച്ചെറിയപ്പെടേണ്ടിരിക്കും. പഴയ നിയമത്തിൽ നിയന്ത്രിക്കാനും വലിച്ചെറിയാനും തിരുത്താനും ആളുകൾ ധാരാളമുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ ജീവിക്കുന്നവരായ നമുക്ക് ദൈവം വേണ്ട മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ തന്നെ കൃപയുടെ, അനുഗ്രഹത്തിന്റെ, സൗഖ്യത്തിന്റെ സാധ്യതകൾ കാണിച്ചു തന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുക, തൻ്റെ മകനെ ലോകത്തിലേക്ക് അയച്ച ഈശോ ലോകത്തിലേക്ക് വന്ന് ഭാരങ്ങൾ എങ്ങനെയാണ് നീക്കേണ്ടതെന്ന്, എങ്ങനെയാണ് അസ്വസ്ഥതകൾ മാറ്റേണ്ടതെന്ന് ദൈവമായ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അസ്വസ്ഥ നിറഞ്ഞ അന്തരീക്ഷത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വലിച്ചെറിയാനായിട്ട് സാധിക്കണം. നമ്മളെ തന്നെ, ഞാൻ തന്നെ ഒന്ന് വലിച്ചെറിയണം. ആരും എന്നെ വലിച്ചെറിയത്തില്ല. എങ്ങോട്ടാണ് നമ്മൾ വലിച്ചെറിയേണ്ടത്? സഭയാകുന്ന ആ വലിയ കുളത്തിലേക്ക്, കുമ്പസാരമാകുന്ന വലിയ കുളത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് എടുത്തെറിയാൻ തയ്യാറായാൽ ഈ ഭാരം കുറയും.
എത്രയോ വലിയ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. സഭയിലെ ഈ വലിയ കുളം നമുക്കായി നമ്മൾ ജനിച്ചു വീഴുന്ന നിമിഷങ്ങൾ തുടങ്ങിയ വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം ഒരുക്കി, പ്രത്യേകിച്ച് ജീവിതത്തിൽ ഭാരം തോന്നുമ്പോൾ, എന്ത് ഭാരമാ, അനുസരണക്കേടിന്റെ, ദൈവഹിതം നിറവേറ്റാനുള്ളതിന്റെ നമ്മുടെ മടി, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ നമ്മളെ അസ്വസ്ഥതയിലേക്ക്, നമ്മളെ നിരാശയിലേക്ക്, നമ്മളെ ദുഃഖത്തിലേക്ക്, നമ്മളെ ഭാരത്തിലേക്ക് നയിക്കുമ്പോൾ ചെന്ന് വീഴേണ്ട ഒരു സ്ഥലമാണ് സഭയിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന കുമ്പസാരം എന്ന സ്ഥലം. ആ കുമ്പസാരമാകുന്ന കുളത്തിൽ നമ്മൾ തന്നെ ചാടണം. ഇവിടെ കപ്പിത്താൻ എറിയാനുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ആരുമില്ല. ഞാൻ തന്നെ ചെന്ന് ആ കുമ്പസാരമാകുന്ന കുളത്തിൽ എന്നെ തന്നെ കഴുകി, എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഭാരം കുറയ്ക്കണം, ശാന്തമാകണം, സ്വസ്ഥമാകണം. എത്ര നാളായി കൂടെയുള്ളവർക്കൊക്കെ അസ്വസ്ഥത കൊടുക്കാൻ തുടങ്ങിയിട്ട്. കൂടെയുള്ളവർ നമ്മുടെ ഓഫീസുകളിലും നമ്മുടെ വീടുകളിലും സന്യാസ സമൂഹങ്ങളിലും എവിടെയൊക്കെ സ്ഥാപനങ്ങളിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം എത്രയോ പേരുടെ ജീവിതം നമ്മൾ മൂലം ആടി ഉലയുന്നുണ്ട്, നമ്മൾ മൂലം പ്രയാസപ്പെടുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ. നമുക്കറിയാം, സ്വർഗീയ പിതാവിൻ്റെ അരുമ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ പാദപീഠമാണ് ഈ ഭൂമി. നമ്മൾ ശ്വസിക്കുന്ന വായുവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇപ്രകാരം ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമുക്കൊരു സ്വസ്ഥത, ശാന്തത നമുക്ക് ലഭിക്കണമെങ്കിൽ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാവണം. നമ്മൾ വെറും സാധാരണ മൃഗങ്ങളെ പോലെ ജീവിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവിക ചൈതന്യം സൂക്ഷിക്കപ്പെട്ടവരാണ്. ഉള്ളിലുണ്ട് നമ്മുടെ. ഈ ചൈതന്യത്തിന് കേട് പറ്റുന്നു നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ, നമ്മുടേതായ ഇഷ്ടത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ, പാപത്തിന്റെ സാഹചര്യങ്ങളിൽ നമ്മൾ വീണു പോകുമ്പോൾ എന്താണ് ഈ ജീവിത നവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയാണ്. ഈ കേടുപാടുകൾ തിരുത്താതെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കോ നമുക്കോ സ്വസ്ഥതയോ ശാന്തിയോ ഒന്നും കിട്ടുകയില്ല. അപ്പോൾ നമ്മളൊന്ന് ഓർക്കുക, ഈ ജീവിത നൗകയെ ഇടയ്ക്കിടയ്ക്ക് സഭയിലെ മനോഹരമായ കുമ്പസാരവേദിയാകുന്ന കുളത്തിലേക്കെന്ന് നമ്മൾ താനെ വലിച്ചെറിയണം. നമ്മളൊന്ന് വലിച്ചെറിഞ്ഞ് കുളിച്ചു തോർത്തി കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മൾ വീണ്ടും വന്ന് പതിച്ച് ശാന്തരും സ്വസ്ഥരുമായി നമ്മുടെ കൂടെയുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായി അവരുടെ ജീവിതയാത്ര. ആ കപ്പൽ മുഴുവൻ മുങ്ങിപ്പോണ്ടതായിരുന്നു. അവിടെയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അവർക്ക് എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ ജീവൻ അവർക്ക് രക്ഷിക്കുവാൻ സാധിച്ചത് ഈ മഹാപാവിയെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ അവർക്ക് വലിച്ചെറിയാൻ സാധിച്ചത് കൊണ്ടാണ്. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വിനകളെ, അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴുകി വിശുദ്ധീകരിക്കണം. നമ്മൾ കാണുന്നില്ലേ, ഒരു ചെടി വളർന്നു വരണമെങ്കിൽ ചെടിക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കണം. ചുമ്മാ ഒരു ചെടി നട്ടിട്ട് നമ്മൾ ആ വഴിക്കൂടെ പിന്നെ പോകുന്നേ ഇല്ല. നമ്മുടെ നാട്ടിലേക്കാണ് എത്രയോ വൃക്ഷങ്ങള്. ആരംഭത്തിൽ അതിന് നല്ല ശ്രദ്ധ വേണം, വെള്ളം വേണം, വളം വേണം. അതുപോലെ തന്നെ അത് കൊടുത്തില്ലെങ്കിൽ അത് താനെ പോകും. നമ്മൾ ആരും പറിച്ചു കളയൊന്നും വേണ്ട, ആരും വന്ന് വെട്ടിക്കളയൊന്നും വേണ്ട. ആവശ്യത്തിനുള്ള വളവും ചെലവും ശരിക്ക് കൊടുക്കുന്നില്ല എങ്കിൽ, ഒരു സസ്യം വളർന്നു വരാൻ നമ്മൾ അനുവദിക്കുന്നില്ല എങ്കിൽ അത് താനെ നശിച്ചു പോകുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ള വെള്ളവും ജലവും എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ല എങ്കിൽ ഇത് ദൈവം സൃഷ്ടിച്ചു അല്ലെങ്കിൽ ദൈവം വരുത്തി വെച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് താനെ വന്നു പോകുന്നതാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ പ്രഭാഷകന്റെ പുസ്തകത്തില് 27-ാം അധ്യായത്തില് 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തില് 27-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിസാര ലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. ഈ യോനായെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ യോനാ പ്രവാചകന് എന്തിനാ ഇത് ചെയ്യാൻ പോയത് നമ്മൾ ഓർക്കില്ലേ? ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ? കർത്താവ് പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതിയാ. നിസാര ലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെ ഉണ്ട്.
കുഞ്ഞു കുഞ്ഞ് വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മറക്കാൻ, ദൈവത്തെ ഉപേക്ഷിക്കുവാൻ മടി കാണിക്കാത്തവർ ധാരാളമുണ്ട്. ഇങ്ങനെ ചെറിയ 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 നിസ്സാര ലാഭങ്ങൾ എന്തു സംഭവിക്കുന്നു? പതുക്കെ 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 നമ്മുടെ ജീവിതത്തിന്റെ ഭാരം കൂട്ടുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ പൊന്നും മക്കളെ, അസ്വസ്ഥമായൊരു മനസ്സുമായിട്ട് നിൽക്കുന്നവരാണോ നമ്മൾ? ഒരു കുഞ്ഞു രോഗം വരുമ്പോൾ ഓടുന്നുണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക്. ഒരു കുഞ്ഞു വേദന വരുമ്പോൾ നമ്മൾ ആ ശാരീരികമായ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ എത്രയോ പ്രാവശ്യം ഒരു ഡോക്ടറെ കാണാനായി നമ്മൾ പോകാറുണ്ട്. ആത്മീയ ജീവിതത്തിന്റെ കേടുപാടുകൾ തീർക്കുവാൻ അവിടെ കീടങ്ങൾ കയറിക്കൂടുത് മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ഭാരം കൂടിക്കൊണ്ടേയിരിക്കുക. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ എൻ്റെ ജീവിതമാകുന്ന നൗകയെ ഇന്ന് പതുക്കെ പതുക്കെ ആടി ഉലച്ചുകൊണ്ടിരിക്കുക. ഞാൻ തന്നെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മൾ തന്നെയൊന്നും ജീവിക്കുന്നവരല്ലല്ലോ, നമ്മുടെ കൂടെ പലരുമുണ്ട്. അവരെല്ലാം അതിൻ്റെ വൈബ്രേഷൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുക. അവരതിൻ്റെ എല്ലാം ചലനങ്ങൾ ഏറ്റ് സഹിച്ചിങ്ങനെ ഇരിക്കുക. കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് വേണം ചെടിക്ക് ജലവും വളവും സൂര്യപ്രകാശവും വെട്ടിയൊരുക്കലും എല്ലാം ആവശ്യമായിരിക്കുന്നത് പോലെ ഒരു ദൈവ പൈതലായ എനിക്ക് ദൈവത്തിന്റെ കാരുണ്യം വേണം, ദൈവത്തിന്റെ സംരക്ഷണം വേണം, ദൈവത്തിന്റെ കരുതൽ വേണം. അവിടുത്തെ ദയ എനിക്ക് ആവശ്യമാണ്. സ്നേഹവും അവിടുത്തെ സാന്നിധ്യവും എല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ഈ ലോകത്തിൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ഞാൻ ചെയ്തു കൂട്ടിയ അനുചിത പ്രവൃത്തികളാണ്. അത് നമ്മളെ നയിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നു. നമ്മൾ ചെയ്ത അധ്വാനത്തിന്റെ ഫലമെല്ലാം കിട്ടുമായിരുന്നു. നമ്മൾ ആരായനെ? വലിയ വലിയ കോടീശ്വരന്മാര്, ഈ ഭൂമി മുഴുവൻ മേടിക്കാനുള്ള കാശ് നമുക്കുണ്ടായേനെ. എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതിന്റെ പകുതി പോലും നമുക്ക് കിട്ടുന്നില്ല? എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം? സൃഷ്ടാവുമായുള്ള ബന്ധത്തിൽ സൃഷ്ടിക്കുമെന്ന ഉലച്ചിലുകളാണ്. അത് നമ്മൾ സമയാസമയങ്ങളിൽ അതെല്ലാം ഒന്ന് പുതുക്കി കറക്റ്റ് ചെയ്ത് അവിടുത്തെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ ആ കർത്താവിന്റെ ആ സ്നേഹ വാത്സല്യങ്ങളിൽ എന്നും ആനന്ദത്തിൽ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് തന്നെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 27-27 താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും, അത് എവിടെ നിന്നു എന്ന് അവൻ അറിയുകയില്ല. കേട്ടോ, താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും, അത് എവിടെ നിന്ന് വന്നു എന്ന് അവൻ അറിയുകയില്ല. ഞാൻ ഓർക്കുകയാണ്, ഒരു സഹോദരൻ വന്നപ്പോൾ പറയുകയാണ്, സിസ്റ്ററെ ഭാര്യയ്ക്ക് ഡൈവേഴ്സ് ചെയ്ത് പോകണം, എനിക്ക് അവളെ കൂടാതെ ജീവിക്കത്തില്ല, അവൾക്ക് ഭയങ്കര നിർബന്ധമാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം പോലെ തോന്നിയത് എന്തിങ്ങനെ സംസാരിക്കുന്നത് എന്ന്. ചോദിച്ചും അന്വേഷിച്ചും പരിശുദ്ധാത്മാവായ ദൈവം സംസാരിച്ചത് കൊണ്ട് ഇവനൊരു കുരുത്തം കെട്ട സാധനമാ. അവനൊരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ അവൾക്ക് വേണ്ടതൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ദ്രോഹങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല. കർത്താവ് ഇതെല്ലാം ഓരോന്നോരോന്ന് കാണിച്ചു തരികയാണ്. മോനെ, നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആ ഉണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട്. നീ ചവിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. പലതും അവൻ ചെയ്തിട്ടുണ്ട്. അവസാനം ഇവളും അടുത്തു. ഒരെണ്ണമെന്നല്ല ഞാൻ പറയുക, എന്നാലും അവളും അടുത്തു. അവൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ആരും ഇല്ലേലും വേണ്ടിയില്ല, ഞാൻ എങ്ങനെയാലും തന്നെ ജീവിച്ചു കൊള്ളാം. അവൾക്കുടനെ എങ്ങനെയാലും വിവാഹമോചനത്തിനാണ് അവൾക്ക് താല്പര്യം. അങ്ങനെ അവൾ മുന്നോട്ട് വന്നു. അതുമായിട്ട് കാരണം കിടക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിനക്ക് തന്നെ കിട്ടി, നീ ചെയ്ത തന്നെ പ്രവൃത്തിയുടെ ഫലമാണോ നീ ഇപ്പോൾ അനുഭവിക്കുന്നത്? അവനിങ്ങനെ കുനിങ്ങിരിക്കുക, ഒന്നും മിണ്ടാനില്ല അവന്. നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നീ വിവാഹം കഴിച്ചിട്ട് ഇത്രയും നാളായില്ലേ, ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഭർത്താവ് എന്ന നിലയിൽ അവളെ ഒന്ന് അംഗീകരിക്കുവോ, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ അവൾക്ക് കൊടുക്കേണ്ട സ്നേഹം അവൾക്ക് കൊടുക്കുവോ? എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? അവൻ വിചാരിച്ചു അവനങ്ങ് ഇട്ട് വട്ടുകൊട്ടാമെന്ന് അവനങ്ങ് വിചാരിച്ചു. ഇപ്പോൾ തിരുവചനം പറഞ്ഞത് നമ്മൾ കേൾക്കണം കേട്ടോ. വചനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചിട്ട് ജീവിതത്തെ നന്നായി ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാ. താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും, അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല എന്ന് നമ്മൾ ചുറ്റുപാടുകളെയൊക്കെ കുറ്റപ്പെടുത്തും. ഒരിക്കലും ദൈവം ശിക്ഷിക്കുന്നവനല്ല. ദൈവം സ്നേഹസമ്പന്നനാ, സ്നേഹിക്കാൻ വേണ്ടി മാത്രം വന്നവനാ. എങ്ങനെയും നമ്മളെ കൂട്ടിപ്പെറുക്കി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ ഈശോ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നോക്കി ശിക്ഷിക്കുന്നവനല്ല ദൈവം. പക്ഷെ നമുക്കൊരു വിചാരമാണ്, അത് ചെയ്തിട്ട് ശരിയായില്ല, ഇത് ചെയ്തിട്ട് ശരിയായില്ല, ഞാൻ എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെട്ടു,
ഈ കഴിഞ്ഞ ദിവസം ഒരു ഫോറിനിലെ ഒരു മനുഷ്യൻ വന്നിട്ട് എന്നോട് പറയാ, സിസ്റ്ററെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തെന്നറിയാമോ, എന്നിട്ട് എനിക്ക് ഒന്നും ശരിയാകുന്നില്ല, ഒന്നും ചെയ്യാന്നില്ല, എന്താ അതിന്റെ കാരണം? ഞാൻ ചോദിച്ചു, അത്യാവശ്യം ജീവിക്കാനായിട്ടുള്ളതുണ്ടോ? ആ ഉണ്ട്, അത് മതി, അത് മതി, അത് കൂടുതൽ നീ ഓർക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ഓർക്കുക, ഞാനുമായി എൻ്റെ ജീവിതവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികളെ ഞാൻ ഒന്ന് ദൈവത്തിങ്കിലേക്ക് നയിക്കണമെങ്കിൽ, അവർക്ക് അല്പമൊക്കെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഒക്കെ കൊടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ കുമ്പസാരമാകുന്ന കുളത്തിൽ ഞാൻ ഇറങ്ങി മുങ്ങിയേ പറ്റൂ. ഇല്ല എങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പരിപാലന വേണ്ടവണ്ണം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നുണ്ട്, ദേവാലയം മനോഹരമായ കുളമാണ്, ദേവാലയം മനോഹരമായ കുളമാണ്, ആ ഇളക്കുന്ന മാലാഖമാരാണ് വൈദികര്. ആ വൈദികരിലൂടെ നമുക്ക് കിട്ടുന്ന ആ പാപമോചനത്തിന്റെ ശക്തി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാങ്ങിച്ചു നോക്കിക്കേ, അന്നേരം അറിയാം വിവരം എങ്ങനെയാണെന്ന്. സ്വസ്ഥതയില്ലാതെ എന്തുമായിക്കൊള്ളട്ടെ, എന്തുമാത്രം അസ്വസ്ഥ നിറഞ്ഞ ജീവിതവുമായിക്കൊള്ളട്ടെ, നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന നല്ല ആ കൃപയുടെ ചാല് നമ്മൾ വേണ്ടവണ്ണം ഉപയോഗിച്ച് നമ്മൾ ജീവിതത്തെ ഒന്ന് മനോഹരമാക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 24:22 നമ്മളൊരു മറ്റൊരു വചനം കൂടി കാണുകയാണ്. എന്നെ അനുസരിക്കുന്നവൻ, കേൾക്കണേ, എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല, എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. കർത്താവിനെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. നമ്മൾ എത്രമാത്രം വചനം ശ്രവിച്ചാലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. എന്ന് പോയി നമ്മൾ എന്തിനാ കുളിക്കുന്നത്? എന്ന ആഴ്ചയിലൊന്ന് കുളിച്ചാൽ പോരെ, മാസത്തിലൊന്ന് കുളിച്ചാൽ പോരെ? ഒരു ചെറിയ പൊട്ടിപ്പടലം പോലും നമ്മുടെ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ ഓടിത്തിരുന്നു. പക്ഷെ ഉള്ളിലെ അസ്വസ്ഥത പുറത്തേക്ക് വരുന്നത് നമ്മൾ അറിയുന്നില്ല. മറ്റുള്ളവരത് അനുഭവിച്ചിങ്ങനെ കഴിയുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ഭാരം നമ്മൾ കൂട്ടുകയാണ്. അവരുടെ ജീവിതം നവുകയെ നമ്മൾ ഇങ്ങനെ ആടി ഉലച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വേണ്ട, കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന ശാരീരിക രോഗങ്ങള്, എൻ്റെ ശരീരത്തിൻ്റെ ഒരുപാട് അസ്വസ്ഥതകള്, എല്ലാത്തിനും കാരണം എൻ്റെ ഉള്ളിലെ ഭാരം കൂടിയത് കൊണ്ടാണ്. ദൈവവുമായുള്ള കണക്ഷൻ എനിക്ക് വിട്ടുപോയത് കൊണ്ടാണ്. ഞാൻ വേണ്ടാത്ത രീതിയിൽ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. വേണ്ടാത്ത തീരുമാനങ്ങൾ എടുത്തത് കൊണ്ടാണ്. ദൈവിക കൽപ്പനകളിൽ നിന്നും അകന്നു ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ ഭൂമിയിൽ ദൈവം അവിടുത്തെ സൃഷ്ടിയായി ഭൂമിയിൽ ജീവിക്കുവാൻ അവിടുത്തെ പൊന്നുമകളായി എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന കൽപ്പനകളുടെ പാലനവും അനുസരണവും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനവും എല്ലാം ശാന്തതയും സ്വസ്ഥതയും നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കും. ഒപ്പം മറ്റുള്ളവരുടെ ജീവിതവും മനോഹരമാകും. ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇറങ്ങി വരണമേ. അങ്ങയുടെ ദിവ്യസ്നേഹ വചസ്സുമായി ഞങ്ങളെ അങ്ങ് വെട്ടിയൊരുക്കുകയാണല്ലോ. നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി ഞങ്ങളെ മാറ്റണമേ. കർത്താവെ, നീ കാണണമേ, ഈ ശാഖകള് കൊഴിഞ്ഞു വീഴാൻ തുടങ്ങുകയാ, പഴുത്തു വീഴാൻ തുടങ്ങുകയാ. ആവശ്യത്തിന് വളമോ ജലമോ ഒന്നും കൊടുക്കാൻ സാധിക്കാതെ തകരുന്ന അവസ്ഥയിലൂടെ നീങ്ങുന്നത് നീ എന്ന് കാണണമേ. നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെ അനുഭവിക്കുവാൻ, നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സാധ്യതകളെ അനുഭവിക്കുവാൻ, നിന്റെ മനോഹരമായ കുമ്പസാരവേദിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിയൊന്ന് മുങ്ങി കുളിച്ചു കയറുവാൻ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും അങ്ങയുടെ ആ വലിയ മാധ്യസ്ഥം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ, ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും പ്രിയപുത്രന് അനുയോജ്യവരായ മക്കളാക്കി വളർത്തുവാൻ അമ്മേ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.